ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പലഹാരങ്ങളാണല്ലേ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് അതല്ലാട്ട് നമുക്കൊരു കറിയായിട്ട് വരാം. കുറേ ദിവസമായിട്ട് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു പിടി ചുവന്നുള്ളിയും ഒരു പിടി വെളുത്തുള്ളിയും അത്ര മാത്രം മതി ഈ കറിക്ക്. അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കുക. നമുക്കൊരു പറ ചോറുണ്ടാന്നൊക്കെ പറയില്ല, അതുപോലെ ഇഷ്ടം പോലെ ചോറുണ്ണാം. എരിവും പുളിയും ചെറിയൊരു മധുരം കൂടിയുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഉള്ളി മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ചോറിലേക്ക് ഈ ഒരൊറ്റ കറി ഒഴിച്ച് കൊടുക്കുക, നന്നായി കുഴച്ച് കഴിക്കുക. അത്രയും ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അധികം പണിയൊന്നുമില്ല. എപ്പോഴും പറയണ പോലെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തോളൂ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം ബിരിയാണി നെയ്ച്ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു സാധാ ചോറൊക്കെ കഴിക്കണമെന്ന് തോന്നില്ല. ആ ഒരു സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ. ഈ നന്നായി വേവണ റേഷനരിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ആ അരിയും ആ ചോറും പിന്നെ ഈ ഒരു കറിയും മാത്രം മതി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, നമ്മൾ ചെറിയുള്ളി. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുക്കുക. മുറിക്കൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ ഇട്ടാലും മതി. ഇനി നിങ്ങൾക്ക് സമാധാനത്തിന് വേണമെങ്കിൽ മുറിച്ചെടുത്താലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെയാണ് ഇട്ടേക്കുന്നത്, നമുക്ക് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേ ഒരു പിടി വെളുത്തുള്ളി. ചുവന്നുള്ളിക്കും വെളുത്തുള്ളിക്കും ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ അത് കറി വെച്ച് കഴിക്കണമെന്ന് നല്ലതാണല്ലോ. പിന്നെ അതാ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് പുളിയാണ്. അപ്പോൾ അതാ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. നെല്ലിക്കല്ല, അല്ലെങ്കിൽ ചെറുനാരങ്ങ വലുപ്പമുണ്ടല്ലേ, ആ ഒരു വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. പുളി നമുക്ക് ഇഷ്ടത്തിന്, പുളി കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് അധികം എടുക്കാം. അതോ പുളി കുറവാണ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറവ് കൊടുക്കാം. അപ്പോൾ അത് കാരണം പുളിയുടെ അളവ് ഞാൻ ശരിക്കാണ്ട് പറയണില്ല. അതൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ അത് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കുക. അതൊന്ന് ചൂടായതിൻ്റെ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ നല്ല കട്ടിയായിട്ട് വരികയാണല്ലേ. ഇത് ഉച്ച ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടും ചെറിയൊരു കട്ടിയുണ്ട്, നല്ല മഞ്ഞായതുകൊണ്ടാവും. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. ഇനി വറ്റൽമുളക്. അപ്പോൾ 2-3 മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ ഉണക്കമുളക്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പൊട്ടിയതിൻ്റെ ശേഷം നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങളല്ലേ, നമുക്ക് ഇതിനായിട്ട് പുറത്തുനിന്ന് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പെട്ടെന്നൊരു കറി ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്നായതിൻ്റെ ശേഷം നമുക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി കഴുകി വെച്ച ചെറുള്ളിയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണില്ല. ആ ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ. ഈ ഒരു കറി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമുക്ക് നല്ല എരിവിലൊക്കെ ഒരു കറി കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ, മീനൊക്കെ കിട്ടാത്ത ദിവസങ്ങളിലൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്നും കൂടി ഇളക്കിയതിൻ്റെ ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ പെട്ടെന്ന് ഉള്ളി ഒന്ന് വെന്ത് വരുമല്ലോ. അപ്പോൾ അത് ഞാൻ അടച്ച് വെച്ചിട്ട്, നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ, വെളിച്ചെണ്ണയിൽ മാത്രമാണ്. അതും കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി 2-3 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം അത് തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഉടച്ച് നോക്കുമ്പോൾ അങ്ങനെ ശരിക്കും ഉടഞ്ഞ് വരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ പറഞ്ഞത് ഞാൻ, നിങ്ങൾക്കിത് മുറിച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കുക എന്നുള്ളത്. ഞാൻ പിന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്തത്. നമ്മൾ എന്തായാലും കുറച്ചും കൂടി വേവിച്ച് എന്തായാലും ഉള്ളി ഉടഞ്ഞ് വരും. പക്ഷേ ഈ ഒരു സമയത്തുണ്ടല്ലോ നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. ഈ ഉള്ളി അതിലിങ്ങനെ ഫ്രൈ ആയി വരികയല്ലേ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട്, ഭയങ്കര മണമാണ് കേട്ടോ. നമുക്കിങ്ങനെ കൊതി വരുന്നൊരു മണം വരും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയവർക്ക് അറിയാം ഈ ഒരു മണത്തിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി അത് അടച്ച് വെച്ചിട്ട് വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതായി വരുന്നുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ആ ഒരു പിടി തന്നെയാണ് കേട്ടോ. ആ വെളുത്തുള്ളി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഒരുമിച്ചിട്ട് കൊടുത്തുകൂടെ. നമുക്ക് ചുവന്നുള്ളി ഉടഞ്ഞ് വരും വേണം, വെളുത്തുള്ളി വെന്ത് വരും വേണം. അപ്പോൾ രണ്ടും 2 വേവാണല്ലോ. ഒരുമിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ വെളുത്തുള്ളി അതിലുണ്ടോ എന്ന് പോലും അറിയില്ല, അങ്ങനെ ഉടഞ്ഞ് വരും. ഈ ഒരു കറി കഴിക്കുന്ന സമയത്ത് വെളുത്തുള്ളി ഉണ്ടല്ലോ, അങ്ങനെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഉടച്ചെടുക്കാത്തത്. പിന്നെ കാണാനും ഒരു ഭംഗിയാണ് വെളുത്തുള്ളി ഇങ്ങനെ കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാഞ്ഞത്. ഇനി കുറച്ച് നേരം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇത് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിങ്ങനെ ആവിയിൽ തന്നെ അത് വെന്ത് വരും. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉടച്ച് കൊടുക്കുമ്പോൾ ഇപ്പോൾ ചുവന്നുള്ളി ഉടഞ്ഞ് വരുന്നുണ്ട്, വെളുത്തുള്ളി അതുപോലെ കിടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മുന്നേ തന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കണത്. ഞാനിത് ചുവന്നുള്ളി നിങ്ങളിത് പ്രത്യേകം പറയുന്നത് ചെറുള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സബോളയിലും ചെറുത് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതാന്ന് വിചാരിക്കും, അത് വെച്ചിട്ട് ചെയ്യരുതിട്ടായി, ചെറിയ ഉള്ളി തന്നെ വേണം. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കളറിന് ഒരു കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് കളറിന് വേണ്ടിയിട്ട് ചെയ്തതാട്ടോ. അല്ലെങ്കിൽ നമുക്ക് സാധാ മുളക് പൊടി വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പൊടികളായിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ
മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി. അപ്പോൾ അത്രയും ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3-4 ചേരുവകൾ മാത്രമാണ് നമ്മളിലേക്ക് കൂട്ടിയേക്കുന്നത്. ഉള്ളികൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ മുളകും മഞ്ഞൾപ്പൊടി, അതിപ്പോൾ എല്ലാ കറിയിലും ചേർക്കണതല്ലേ. പിന്നെ പുളിവെള്ളം കൂടി അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണല്ലോ. നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ സാധനം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ ഇത് വറ്റിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോകണ്ട, ലാസ്റ്റ് വരെ കണ്ടോളൂ. അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് നമുക്കത് അടച്ച് വെക്കാം. അപ്പോൾ എനിക്ക് ഉപ്പ് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുളകിൻ്റെ കുത്തൊക്കെ ഒന്ന് പോണ വരെ നമ്മളതൊന്ന് വറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ മുളക് കുത്താവും. ആ മുളകിൻ്റെ കുത്തൊക്കെ ഒന്ന് പോയി വരണം. ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഇഞ്ചിക്കറിയും പോലൊന്നല്ല കേട്ടോ, അതിനെക്കാട്ടും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഞ്ചിക്കറിയാണോ എന്ന് വിചാരിക്കേണ്ട, ഇഞ്ചിക്കറിയൊന്നുമല്ല. നമ്മൾ ഇതിൽ ഇഞ്ചിയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതാ കിടന്ന് തിളക്കണുണ്ട് കേട്ടോ. അപ്പോൾ മുളക് കുത്തൊക്കെ നന്നായി ഒന്ന് പൊയ്ക്കോട്ടെ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വിറകടുപ്പിലൊക്കെ വെക്കണം. ചോറൊക്കെ ആ ഒരു അടുപ്പ് കനലൊക്കെ ഉള്ള തീ ഉണ്ടാവില്ല, അതിൽ മൺചട്ടിയിൽ വെച്ചിട്ട് ഇത് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റൗമ്മ വെച്ച് കാണിച്ചത്. ഞാൻ കൂടുതലും അടുപ്പിൽ വെക്കുക തന്നെയാണ് ചെയ്യുക. ചോറൊക്കെ വെച്ചിട്ട് ആ തീ കനലിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ കിടന്ന് വറ്റും ചെയ്യും. പിന്നെ മൺചട്ടിയുടെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ, അപ്പോൾ അതങ്ങനെ കിട്ടും ചെയ്യും. അപ്പോൾ അത് നമ്മുടെ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ കുറച്ച് ശർക്കര, ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്, ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട്. പിന്നെ ശർക്കര കയ്യിലില്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. ചെറിയൊരു മധുരം വേണം ഈ ഒരു കറിക്ക്. അല്ലെങ്കിൽ തന്നെ ഉള്ളിക്ക് മധുരം ഉണ്ടാവും, എന്നാലും എരിവും പുളിയും മധുരമൊക്കെ കൂട്ടിയിട്ട് ചോറിനാകുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും മധുരം ഇട്ട് കൊടുത്തോളൂ. മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിടണ്ട, എന്നാലും ഇങ്ങനെ കറി ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്. ഇപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് കമൻറ്റിൽ വന്ന് പറയണേ. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ആ ചട്ടിയിൽ കിടന്നിട്ട് ഒന്നും കൂടി കുറുകി വരികയില്ല, ഇരുമ്പിൻ്റെ ചട്ടിയല്ല. അപ്പോൾ അതിൻ്റെ ചൂട്ടിൽ കിടന്നിട്ട് ഒന്നും കൂടി അത് കുറുകി വരും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫാക്കാം. ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരുവിധം ചൂടാറി വന്നിട്ടുണ്ട്, ചെറിയൊരു ചൂടുള്ളൂ. അപ്പോൾ കണ്ടില്ല, അത് കുറുകിയ നല്ലൊരു ഉള്ളിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് 3-4 ദിവസമൊക്കെ കേട് വരാതിരിക്കും കേട്ടോ. 3-4 ദിവസത്തിലും കൂടുതലൊന്നും ഇവിടെ ഇരുന്നിട്ടില്ല. അത് കാരണം 3-4 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 3-4 ദിവസം വരെ ഒക്കെ ഇത് കേട് വരാതിരിക്കും. അപ്പോൾ നമുക്ക് ദൂരയാത്രകൾക്കൊക്കെ പോകുമ്പോൾ ഇത് ഉണ്ടാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ 2 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാൻ നല്ലതാണല്ലോ. അപ്പോൾ അച്ചാറൊന്നും ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. അവർക്ക് നല്ല ഇഷ്ടമാവും. എരിവും പുളിയും മധുരം ഒക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ മധുരം കുറച്ചിട്ടാൽ മതി, കൂടുതൽ മധുരം ഇടരുത്. ഇതിൽ എരിവും പുളിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ റേഷനരി കിട്ടുകയാണെങ്കിൽ അതും ഈ ഒരു കറിയും കൂടിയിട്ടാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ റേഷനരി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ചോറ് വെച്ചത്. അല്ലെങ്കിൽ റേഷനരി എന്നെ വെക്കുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് കറി പാത്രത്തിലേക്ക് വിളമ്പാം. ഈ കറി കൂടുതലൊന്നും വേണ്ട കേട്ടോ. പണ്ടുള്ളവർ പറയണ പോലെ നല്ല കറിയാണെങ്കിൽ കുറച്ച് മതി എന്ന് പറയണ പോലെയാണ്. ഈ ഒരു കറി കുറച്ച് കൂട്ടിയിട്ട് തന്നെ നമുക്ക് കുറേ ചോറുണ്ണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എന്തായാലും കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.